നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കള്ളൻ വിജയൻ ഇങ്ങനൊരു തലക്കെട്ട് പത്രത്തിൽ വന്നാലോ, അതും ദേശാഭിമാനി പത്രത്തിൽ. മുടി മുതൽ അടിവരെ വിറച്ച പിണറായി ദേശാഭിമാനി പത്രമാപ്പീസ് കത്തിച്ചേനെ. അതിനു മുന്നേ അപകടം മണത്ത് ലേഖനവും ചുരുട്ടിക്കൂട്ടി എഡിറ്റർ ഓടിയത് ഭാഗ്യം. ഇതാ വിജയനല്ല, വേറെ വിജയനാണെന്ന് പറഞ്ഞിട്ടും രക്ഷയില്ല. അങ്ങനെ കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചേക്കരുത് എന്ന് കപ്പിത്താൻ കട്ടക്കലിപ്പിൽ ഉത്തരവിട്ടത്. ഒടുക്കം അടിച്ച കോപ്പിയെല്ലാം ദേശാഭിമാനി പൂഴ്ത്തി. വെഞ്ഞാറമൂടിനടുത്തുള്ള പുല്ലമ്പാറ ഗ്രാമത്തിലെ മുൻ നാടക നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വിജയനെക്കുറിച്ചുള്ള ഫീച്ചറിന് നൽകിയ കള്ളൻ വിജയൻ എന്ന നെഗറ്റീവ് തലക്കെട്ടാണ് ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് അച്ചടിച്ച ശേഷം അവസാന നിമിഷം പൂഴ്ത്തിവെക്കാൻ കാരണമായതെന്ന് റിപ്പോർട്ടുകൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കേണ്ടിയിരുന്ന പ്രത്യേക പതിപ്പാണ് ഈ നാടക നിരൂപണ വിവാദത്തെ തുടർന്ന് വായനക്കാരിലേക്ക് എത്തിക്കാതെ മുക്കിയത്. പാർട്ടി പത്രത്തിനുള്ളിലെ കടുത്ത ചേരിപ്പോരും ഇതിലൂടെ പുറത്താകുകയാണ്. അതായത് ഒരു കൂട്ടർ പറയുന്നത് ഇത് CPM-ഉം ദേശാഭിമാനിയിലെ ഒരു കൂട്ടരും തമ്മിലുള്ള ചേരിപ്പോര് കാരണം മുക്കിയ വാർത്തയാണ് എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട്, ആ തലക്കെട്ട് പിണറായിയെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നും MV ഗോവിന്ദനും പിണറായി വിജയനും ഉത്തരവിട്ടതനുസരിച്ചാണ് ആ വാരാന്ത്യ പതിപ്പ് മുക്കിയത് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യവും കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മക്കുറിപ്പുകളൊക്കെ ഈ വാരാന്ത്യ പതിപ്പിലുണ്ടായിരുന്നു. അതൊന്നും പുറത്തേക്ക് വരാതെ ഒരു കൂട്ടർ മുക്കി എന്നും ഒരു വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു വരികയാണ്. എന്തായാലും ഈ ഒരു വിഷയം, അതായത് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഒരുപാട് പേരുടെ ലേഖനവും ഒന്നും പുറത്തിറക്കാൻ കഴിയാതെ വന്നതോടെ VS അനുഭാവികൾ കടുത്ത എതിർപ്പിലാണ്. പാർട്ടിയുടെ മുഖപത്രത്തിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു വരി കുറിച്ചില്ല എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ പാർട്ടിയിലെ ഒരു കൂട്ടർക്കിടയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനും MV ഗോവിന്ദനും കൂടി പാർട്ടിയുടെ സകല മേഖലയിലും അതിപ്രസരം നടത്തുകയാണെന്നും അനാവശ്യമായി കൈകടത്തുകയാണെന്നും വിമർശനം ശക്തമാകുന്നു. MV ഗോവിന്ദനും പിണറായി വിജയനും അറിയാതെ ഇപ്പോൾ പാർട്ടി പത്രത്തിൽ ഒരു വരി പോലും വന്നേക്കരുത് എന്നാണ് ധാർഷ്ട്യവും കൽപ്പനയും. ഇതനുസരിക്കാൻ സൗകര്യമില്ല എന്ന് ദേശാഭിമാനിയിലെ ഒരു കൂട്ടർ പറയുന്നുണ്ട്. പാർട്ടിയെ തോൽപ്പിച്ച് മൂലക്കിരുത്തിയതും പോരാഞ്ഞിട്ട് ഇപ്പോഴും അഹങ്കാരവും ധാർഷ്ട്യവും കാണിക്കാനാണെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ പലരും തുറന്നടിക്കുന്നത്. ഈ കള്ളൻ വിജയൻ എന്ന പേര് തന്നെ ആയിരിക്കും പിണറായിയെ വല്ലാതെ ചൊടിപ്പിച്ചത് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. നാടക സമിതികൾക്ക് സൗജന്യമായി പരിശീലനം നടത്താൻ സ്വന്തം ഭൂമി വിട്ടു നൽകിയ പുല്ലമ്പാറ നാടക ഗ്രാമത്തിലെ വിജയൻ എന്ന കലാകാരനെ കുറിച്ചായിരുന്നു ലേഖനമുണ്ടായിരുന്നത്. കഷ്ടകാലത്തിന് മൂപ്പരുടെ പേര് വിജയൻ എന്നായിപ്പോയി. നാടകത്തെ ജീവശ്വാസമാക്കിയ ഒരു നല്ല മനുഷ്യനെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ലേഖനം വരുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല തലക്കെട്ട് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. എന്നാൽ വിജയൻ, അദ്ദേഹത്തിനെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പിണറായിക്കിട്ട് ഒരു പണി കൊടുത്തതാണോ ദേശാഭിമാനിയിലെ ഒരു കൂട്ടരെന്നും ചോദ്യം വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ അങ്ങനെ അപമാനിക്കേണ്ടായിരുന്നു. കാരണം ആ നാടക കലാകാരനെ ആ ഒരു തരത്തിൽ അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ അപമാനിക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ചെറുപ്പത്തിൽ എപ്പോഴോ വന്നു വീണ ഒരു പേരാണ് ഈ കള്ളൻ എന്നുള്ളത്. പിന്നീട് അത് കള്ളൻ വിജയൻ എന്നായിപ്പോയി. അതുതന്നെയാണ് ദേശാഭിമാനിയും കൊടുത്തത്. എന്തായാലും ഒടുക്കം അച്ചടിച്ച വാരാന്ത്യ പതിപ്പ് എല്ലാം പൂഴ്ത്തി വെക്കേണ്ടി വന്നു. അക്കൂട്ടത്തിൽ VS-നെ കുറിച്ചുള്ള ഓർമ്മകളും പൂഴ്ത്തി വെക്കേണ്ടി വന്നതാണ് VS അനുഭാവികളെ വല്ലാത്ത വേദനയിലേക്ക് കൊണ്ടിട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയിൽ 50-ലധികം പ്രൊഫഷണൽ നാടക കലാകാരന്മാർക്ക് താങ്ങായി നിൽക്കുന്ന വ്യക്തിയാണ് മുൻ നാടക നടൻ കൂടിയായ വിജയൻ. തൻ്റെ കയ്യിലുള്ള ഭൂമി വിട്ടു നൽകി നാടക പ്രവർത്തകർക്ക് താമസവും ഭക്ഷണവും സൗജന്യ പരിശീലന സ്റ്റേജും ഒരുക്കിയ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഫീച്ചറിനാണ് കള്ളൻ വിജയൻ എന്ന വിവാദ തലക്കെട്ട് പത്രം നൽകിയത്. പാലാ കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ സമിതികൾ ക്യാമ്പ് ചെയ്യുന്ന ഈ പുണ്യഭൂമിയുടെ ഉടമയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചതിന് പിന്നിൽ ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തുലത്ത് ദിനേശനെ പൂട്ടാനുള്ള ചിലരുടെ വ്യക്തമായ ഗൂഢാലോചനയാണ് എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. VS-ന്റെ മുൻ പ്രസ് സെക്രട്ടറിയും ചരിത്രകാരനുമായ KV സുധാകരൻ എഴുതിയ വീണ്ടും മുഴങ്ങുന്ന ആ കടലിരമ്പം എന്ന വികാരനിർഭരമായ കവർ സ്റ്റോറി ഉൾപ്പെടെയുള്ള വാരാന്ത്യ പതിപ്പാണ് ഞായറാഴ്ച വായനക്കാരിലേക്ക് എത്താതിരുന്നത്.
പുതിയ കാലഘട്ടത്തിൽ VSന്റെ ഓർമ്മ പുതുക്കൽ അനിവാര്യമാണെന്ന് CPM സംസ്ഥാന സമിതി സർക്കുലർ ഇറക്കിയ പശ്ചാത്തലത്തിലാണ് ദേശാഭിമാനി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പതിപ്പ് തയ്യാറാക്കിയത്. എന്നാൽ അവസാന നിമിഷം പത്രം മുക്കാൻ അരാഷ്ട്രീയ വാദവും കള്ളൻ വിജയൻ തലക്കെട്ടും ചിലർ ആയുധമാക്കുകയായിരുന്നു. പത്രത്തിന്റെ ഉള്ളടക്കത്തിൽ അരാഷ്ട്രീയവാദ ചർച്ചകൾ കടന്നുകൂടിയെന്ന സാങ്കേതിക ന്യായവാദം ഉയർത്തിയാണ് ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനെ പ്രതിരോധത്തിലാക്കാൻ പാർട്ടിയിലെ ഔദ്യോഗിക ചേരി കരുക്കൾ നീക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണം പാർട്ടിയിലെ ധാർഷ്ട്യവും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമാണെന്ന് പുത്തലത്ത് ദിനേശൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് തുല്യമായാണ് ഔദ്യോഗിക വിഭാഗം കണ്ടത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ വന്ന ചില വാർത്തകൾക്ക് ഗുരുതരമായ തെറ്റുപറ്റിയെന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും അടുത്തിടെ പരസ്യമായി പറഞ്ഞിരുന്നു. സ്വന്തം മുഖപത്രത്തിന്റെ നിലപാടുകളെ പാർട്ടി തലപ്പത്തുള്ളവർ തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് പുത്തലത്ത് ദിനേശന്റെ ചീഫ് എഡിറ്റർ പദവിക്ക് മുകളിലുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു. വിഴിഞ്ഞം വിവാദത്തിലൂടെ പുത്തലത്തിനെതിരെ പാർട്ടിയിൽ ആദ്യ വെടിപൊട്ടിച്ച നേതൃത്വം ഇപ്പോൾ ഈ നാടക പതിപ്പ് വിവാദത്തിലൂടെ അദ്ദേഹത്തിന്റെ കസേര തെറിപ്പിക്കാനുള്ള തിരക്കഥ ഒരുക്കുകയാണ് എന്നാണ് വിമർശനം വരുന്നത്. VSന്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പതിപ്പ് മുക്കിയതിലൂടെ CPM വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. പാർട്ടിയിലെ പഴയ വിഭാഗീയതയുടെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന VSന്റെ സമരചരിത്രവും പ്രയോഗങ്ങളും നിലവിലെ പിണറായി കേന്ദ്രീകൃത നേതൃത്വത്തിന് ദഹിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഉള്ളടക്കത്തിലെ പിഴവുകളുടെ പേര് പറഞ്ഞ് VS പതിപ്പ് പൂർണ്ണമായി ഒഴിവാക്കിയത് ഒരേ സമയം VSന്റെ രാഷ്ട്രീയത്തെ തമസ്കരിക്കാനും പുത്തലത്തിനെ പൂട്ടാനുമുള്ള ഇരട്ടത്താപ്പാണ് എന്ന് വ്യക്തമാണ്. സാങ്കേതിക പിഴവ് മൂലം വാരാന്ത്യ പതിപ്പില്ലെന്ന് ചെറിയൊരു അറിയിപ്പ് ഞായറാഴ്ചത്തെ പത്രത്തിൽ നൽകി ഈ വലിയ അട്ടിമറിയെ മൂടിവെക്കാനാണ് ദേശാഭിമാനി ശ്രമിച്ചത്. എന്നാൽ അച്ചടിച്ച പതിപ്പ് കെട്ടുകണക്കിന് ഓഫീസ് മുറികളിൽ പൂഴ്ത്തിവെച്ചത് പത്രത്തിനുള്ളിലെ ജീവനക്കാർക്കിടയിലും കനത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ചീഫ് എഡിറ്ററുടെ അനുമതിയോടെ തയ്യാറാക്കിയ ഒരു പ്രത്യേക പതിപ്പ് വിതരണം ചെയ്യാതിരിക്കാൻ പാർട്ടി സെന്ററിൽ നിന്ന് നേരിട്ട് ഇടപെടൽ ഉണ്ടായതായാണ് വിവരങ്ങൾ. സെപ്റ്റംബറിൽ കോഴിക്കോട്ട് നടക്കാനിരിക്കുന്ന വിശാല സംസ്ഥാന സമിതി യോഗത്തിന് മുൻപായി പുത്തലത്ത് ദിനേശനെ പദവിയിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിറകരിയുകയോ ചെയ്യുക എന്നതാണ് പിണറായി ഗോവിന്ദൻ സഖ്യത്തിന്റെ അജണ്ട. നിയമസഭാ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ പുത്തലത്തിന് പാർട്ടി കൽപ്പിക്കുന്ന ശിക്ഷ കൂടിയാണ് ഇത്. വിഴിഞ്ഞം വിഷയത്തിലെ തിരുത്തലിലൂടെ തുടങ്ങിയ വേട്ടയാടൽ ഇപ്പോൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് പൂർണ്ണമായും പുത്തലത്ത് ദിനേശനെ വെട്ടിച്ചിതറിക്കുക എന്ന് അങ്ങ് തലപ്പത്തുള്ളവർ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെട്ടിച്ചിതറിക്കുക എന്ന നീക്കത്തിലേക്ക് കടക്കാൻ ഒരു കൂട്ടരെ ഇറക്കിയിട്ടുമുണ്ട്. വർഷങ്ങളായി പാർട്ടിയുടെ വിശ്വസ്തനായ പ്രത്യയശാസ്ത്ര മുഖമായിരുന്ന പുത്തലത്ത് ദിനേശനെതിരെ സ്വന്തം പത്രത്തിനകത്തു നിന്ന് തന്നെ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത് CPMലെ ആഭ്യന്തര കലഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. തെറ്റ് തിരുത്തലിനെ കുറിച്ച് സംസാരിക്കുന്ന പാർട്ടി സെക്രട്ടറി തന്നെ സർക്കാരിന്റെയും പാർട്ടിയുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും നേതാക്കളെയും പുകച്ചു ചാടിക്കുന്ന ശൈലിയാണ് സ്വീകരിക്കുന്നത് എന്ന വിമർശനം ഇപ്പോൾ CPMൽ ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ദേശാഭിമാനിയിലെ VS പതിപ്പ് വിവാദം വെറുമൊരു സാങ്കേതിക പിഴവോ ഉള്ളടക്ക പ്രശ്നമോ അല്ല, മറിച്ച് പുത്തലത്ത് ദിനേശൻ എന്ന ചീഫ് എഡിറ്ററിനെ പുറത്താക്കാൻ പാർട്ടിയിലെ ഉന്നതർ മെനഞ്ഞ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് ദേശാഭിമാനിയിലുള്ളവർ പോലും പറയുന്നത്. വരും ദിവസങ്ങളിൽ ദേശാഭിമാനി കമ്മിറ്റി കൂടുന്നതോടെ പുത്തലത്തിന്റെ സ്ഥാനചലനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് CPMലെ ഉൾപാർട്ടി യുദ്ധം കൂടുതൽ പ്രകടമാകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. പാർട്ടിക്കുള്ളിൽ വലിയ കടുംപിടുത്തത്തിലേക്ക് പിണറായി കടന്നിരിക്കുകയാണ്. ദേശാഭിമാനിയിലും അതുപോലെ തന്നെ പാർട്ടിയുടെ മറ്റു മേഖലകളിലേക്കെല്ലാം തലയിടുകയും അവിടെയെല്ലാം പിടിമുറുക്കുകയും ഞാനാണ് എല്ലാം എന്നുള്ള ഒരു വ്യാഖ്യാനം എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് കസേരയിൽ നിന്ന് പിണറായി വിജയനെ അടിച്ചിറക്കണം, പാർട്ടി സെക്രട്ടറി കസേരയിൽ നിന്ന് MV ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണം എന്നുള്ള വലിയ ആവശ്യം ഇപ്പോഴും ശക്തമായി ഉയരുന്നുണ്ടല്ലോ. എന്നാൽ അത് സംഭവിക്കാൻ പോകുന്നില്ല. പാർട്ടിയിൽ ഞാൻ തന്നെയാണ് രാജാവ് എന്നുള്ള ഒരു ധാർഷ്ട്യം പിണറായി കാണിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശാഭിമാനിയിലൊക്കെ വലിയ രീതിയിലാണ് പിടിമുറുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും പിണറായി വിജയൻ ദേശാഭിമാനിയിൽ അത്ര കണ്ട് ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് എത്തിയതോടെ പിണറായി വിജയൻ അവിടെയാണ് സദാസമയം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ദേശാഭിമാനിയിലെ ഒരു കൂട്ടർ പിണറായിക്കെതിരാണ്.
അവർ തനിക്കെതിരെ എന്തെങ്കിലും കഥ മെനയുമോ, എന്തെങ്കിലും വാർത്തകൾ തനിക്കെതിരായി വരുമോ എന്നൊക്കെയുള്ള ഭയമാണ് പിണറായിയെ വേട്ടയാടുന്നത്. തന്നെ പുകച്ചു പുറത്തു ചാടിക്കാൻ ഒരു കൂട്ടർ ശക്തമായി നീക്കം നടത്തുന്നുണ്ടെന്ന് പിണറായിക്ക് അറിയാം. അതിനെ തടയിടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും തലയിട്ട് അവിടെയെല്ലാം കയറി തോണ്ടുന്ന ഒരു സമീപനം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. പുത്തുലത്ത് ദിനേശൻ തന്റെ കണ്ണിലെ കരടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പിണറായി പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, പുത്തുലത്തിന് ഇനി അധികകാലം ദേശാഭിമാനിയിൽ വാഴാൻ കഴിയില്ല. കാരണഭൂതന്റെ കണ്ണിൽ പെട്ടുപോയി. കണ്ണിലെ കരടായി കഴിഞ്ഞാൽ പിന്നെ വലിച്ചു പുറത്തിടുന്ന നിലപാടാണല്ലോ പിണറായി സ്വീകരിക്കുന്നത്. പാർട്ടിയെ പടുകുഴിയിലേക്ക് കൊണ്ട് തള്ളിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായിക്കാണ്. കാരണം ആ മനുഷ്യന്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയാണ് ജനങ്ങൾ മടുത്തു, ആ ധാർഷ്ട്യവും അഹങ്കാരവും കണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളും അതിനോടൊപ്പം തന്നെ CPM-ലെ നല്ല ഒന്നാന്തരം CPM-കാരും ചേർന്ന് തോറ്റ് തൊപ്പി ഇടിയിപ്പിച്ച് മൂലക്കിരുത്തിയത്. എന്നിട്ടും ഞാൻ മാറില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ പിടിമുറുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അധികകാലം പിണറായിക്കും ഈ ധാർഷ്ട്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ഗ്രൂപ്പ് ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ എപ്പോൾ വേണമെങ്കിലും പിണറായിയെയും MV ഗോവിന്ദനെയും മരുമകനെയും ഒക്കെ തച്ചു തകർത്ത് താഴെയിട്ട് അധികാരം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഭയപ്പാട്. എന്നാൽ അവിടെ CPM-നെ തകിടം മറിച്ചുകൊണ്ട് മറ്റൊരു വഴിക്കൂടെ നടക്കുന്ന ഒരു നീക്കം, പിണറായി വിജയന്റെ ധാർഷ്ട്യവും CPM ഒരു കാലത്തും ഇനി നന്നാകാൻ പോകുന്നില്ല, അത് ഉടച്ചു വാർക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ഒരു തോന്നലിൽ CPM-നുള്ളിലെ തന്നെ ഒരു കൂട്ടം നല്ല CPM-കാർ കുഞ്ഞികൃഷ്ണന്റെയും TK ഗോവിന്ദന്റെയും G സുധാകരന്റെയും ഒക്കെ പിന്നാലെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ പ്രതിസന്ധിക്ക് നടുവിലേക്കാണ് CPM വന്ന് വീണിരിക്കുന്നത്. ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പാതാള കുഴിയിലേക്കായിരിക്കും ഇനി ഈ പാർട്ടി വീഴാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.